ക്രൊയേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. സെർബിയൻ സൈന്യം ക്രൊയേഷ്യൻ വംശജരോട് നാടുവിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലൂക്കായ്ക്ക് അന്ന് 6 വയസ്സാണ്. അവന്റെ അച്ഛൻ ഒരു മെക്കാനിക്കും അമ്മ ഒരു തയ്യൽ തൊഴിലാളിയുമായിരുന്നു. മുത്തച്ഛനായിരുന്നു അവന്റെയും അനിയത്തിയുടെയും സംരക്ഷകനും കൂട്ടുകാരനും. ലൂക്കായുടെ മുത്തച്ഛൻ ഒരു പഴയ പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു ദിവസം കാലിമേയ്ക്കാൻ പോയ മുത്തച്ഛനെ ശത്രുസൈന്യം വകവരുത്തി. മാത്രമല്ല, ലൂക്കായുടെ വീടും തീയിട്ട് നശിപ്പിച്ചു. തിരിച്ചു കിട്ടിയ ജീവനുമായി അവർ ആ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലെ ക്യാമ്പിലേക്ക് കുടിയേറി. ഭക്ഷണമോ തലചായ്ക്കാൻ 1 ഇഞ്ച് സ്ഥലമോ ഇല്ലാത്ത ഒരിടമായിരുന്നു ആ ക്യാമ്പ്. എത്ര സങ്കടം വന്നാലും ഫുട്ബോൾ കണ്ടാൽ കുഞ്ഞു ലൂക്കായുടെ സങ്കടം സന്തോഷത്തിന് വഴിമാറും. മൈൻ കുഴിച്ചിട്ട പട്ടണത്തിന്റെ ഇടവഴികളിൽ കുഞ്ഞു ലൂക്ക ഫുട്ബോൾ ഉരുട്ടി നടന്നു. 1995 ക്രൊയേഷ്യ സ്വതന്ത്രമായി. കുഞ്ഞു ലൂക്കയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. കുട്ടികൾക്കുള്ള ഫുട്ബോൾ ക്ലബിൽ അവൻ അംഗമായി. മുതിർന്നപ്പോൾ ശാരീരികക്ഷമതയില്ലെന്ന് പറഞ്ഞ് ക്രൊയേഷ്യൻ ക്ലബ്ബുകൾ ലൂക്കയെ പുറന്തള്ളി. വീണ്ടും നിരന്തര പരിശ്രമങ്ങൾ, പല ക്ലബ്ബുകൾ. അങ്ങനെ 2012 റയൽ മാഡ്രിഡിൽ എത്തിപ്പെട്ടു. കഴിഞ്ഞ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ഫൈനലിലെത്തിച്ച് നിഷ്കളങ്കമായ ചിരിയോടെ നിന്ന ലൂക്കയെ ലോകം നെഞ്ചിലേറ്റി. ഇത് ലൂക്ക മോഡ്രിച്ച്. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ലോക ഫുട്ബോളറിലേക്ക് ഉയർന്ന വ്യക്തിത്വം. ഇച്ഛാശക്തി ഒന്ന് മാത്രം മതി അതിജീവനത്തിന്റെ പുഞ്ചിരി വിരിയിക്കാൻ എന്ന് ലൂക്ക മോഡ്രിച്ച് നമുക്ക് കാട്ടിത്തരുന്നു. അതിജീവനത്തിന്റെ നാൾ വഴികളിൽ പ്രതിസന്ധികളെ നേരിടാനുള്ള ഇച്ഛാശക്തി, തോൽവികളെ പുഞ്ചിരിയോടെ നേരിടാനുള്ള ഇച്ഛാശക്തി, വിജയത്തിലേക്ക് സധൈര്യം നടന്നു കയറാനുള്ള ഇച്ഛാശക്തി, അത് നമ്മുടെയും കൈമുതലായി മാറട്ടെ. ശുഭദിനം.